അപ്പോൾ നമുക്ക് ഇന്നത്തെ അങ്കത്തട്ടിലേക്ക് പോകാം. സ്വപ്നം കണ്ടിരുന്നപ്പോഴോ അതാ പറഞ്ഞു രണ്ട് അതിശയം. രാവിലെ തന്നെ ഹോംവർക്ക് ചെയ്യണം അത്ര. ചോടാ രണ്ട് നല്ല തങ്കപ്പെട്ട പൈതങ്ങൾ. അങ്ങനെ തോന്നിയെങ്കിൽ കട്ടപ്പ നിങ്ങൾക്ക് തെറ്റി. ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും സ്കൂളിൽ നിന്നും നൽകിയ ബാധ്യതകളൊക്കെ തീർത്ത് വെച്ചിട്ട് ഒറ്റ മൈൻഡിൽ കളിച്ച് ആർമാദിക്കാനുള്ള പ്ലാനാണത്. ബൈ ദ വേ, ഇന്ന് രാവിലെ ഞമ്മനെ ഇഡലി ആക്കിയിരുന്നു. ഇന്ന് ഈ വീട് മൊത്തത്തിൽ എനിക്കൊന്ന് ആഴത്തിൽ വൃത്തിയാക്കണം. ചിങ്ങമാസം തുടങ്ങാൻ ഇനി കേവലം 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീടിനകത്തുള്ള ചപ്പൻ ചവറി എല്ലാം തൂത്തുവാരി കളയണം. അതിൻ്റെ പ്രാരംഭഘട്ടം എന്നോണം ജനലുകളുടെ വസ്ത്രക്ഷേപം നടത്താം. അങ്ങനെ ഒരു ആവേശത്തിൽ കണ്ടിടത്തൊക്കെ വലിഞ്ഞെന്ന് കയറി പറ്റാവുന്നതെല്ലാം വലിച്ചുവാരി താഴെ. ശേഷം നിങ്ങൾ കാണുന്നതാണ് സഞ്ചരിക്കുന്ന അഴുക്കു തുണി. സ്കൂളിലെ ബാധ്യതകൾ തീർന്ന് വിശ്രമിക്കുകയായിരുന്ന പുത്രന്മാർക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഞാനൊരു സഹായിയായി മാറി. ഒരു കൈസഹായിയെ തേടിയ എനിക്ക് ദൈവം 2 ബംഗാളി പയ്യന്മാരെ നൽകി. ആഹാ, ഞാൻ നനയ്ക്കാൻ മുക്കിയപ്പോൾ തന്നെ കണ്ട ആകാശം കിടക്കണ കിടപ്പ്. എന്തോ പുള്ളിക്ക് എന്നോട് എന്തോ ഒരു വൈരാഗ്യമുണ്ട്. അപ്പോൾ ക്ലീനിങ് പരിപാടിയുടെ തുടക്കമെന്നോണം നോം ആദ്യം തന്നെ ഷോക്കേസിലേക്ക് കൈകൾ വെച്ചു. പ്രോത്സാഹനവും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവും ഉണ്ടെങ്കിൽ ലവനും ലിവനും കൂടെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒരുത്തന് സഹായിയാണെങ്കിൽ മറ്റൊരുത്തിന് ഉപദ്രവകാരിയാണ്. ഇന്ന് ദാ ഈ നിൽക്കുന്ന കൊച്ചു ചെറുക്കൻ്റെ പ്ലാൻ അനുസരിച്ച് അവനെ മയിൽപീലിയെ പ്രസവിപ്പിക്കണം പോലും. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് വർക്കിൽ ഷോക്കേഴ്സ് വൃത്തിയായി. ശേഷം പണിക്കാരുടെ ഉദാസീനത കണക്കിലെടുത്തുകൊണ്ട് ഞം കഴിക്കാനായി സമയം നൽകിയ ഇഡലിയുടെയും പ്രോത്സാഹനത്തിന്റെയും ബലമെന്നോണം ഷോക്കേഴ്സ് നല്ല പളപളാന്ന് തിളങ്ങി. പളപളാന്ന് തിളങ്ങിയപ്പോൾ പുത്രന്മാർക്ക് ഏകദേശം കാര്യങ്ങൾ വശമായി. മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ അവന്മാര് പണിക്ക് നിൽക്കൂലല്ലോ. ആവേശം കെട്ടടങ്ങിയിട്ടും ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്തതിനാൽ ഞാൻ അത് തന്നെ തുടർന്നു. AC-യുടെ ഉള്ളറകളിൽ നിന്നെടുത്ത ഷീൽഡിലെ പൊടികൾ കണ്ട് ഞാൻ അന്തം വിട്ടു. ബൈ ദ വേ, ഇത്രയും പൊടിയുള്ള സ്ഥിതിക്ക് അതിനകത്ത് എത്രത്തോളം പൊടി ബാക്കിയുണ്ടാവും എന്നായിരുന്നു എന്റെ ചിന്ത. ശേഷം ചെയ്തിട്ടും തീരാത്ത അവസ്ഥയായപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ വെച്ച് നിർത്താം എന്നായി നോക്കാം. ഇനി നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ശുഭം.